രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുകൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 27 തിങ്കളാഴ്ച, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഭക്തജനങ്ങൾ മോഹിനി ഏകാദശി എന്ന് ഭക്തിപൂർവം വിളിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഒന്നുചേരാം. ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റിൽ കുറിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഒരു കൂട്ടായ പ്രാർത്ഥനയാക്കാം. വൈശാഖ മാസം മുഴുവനും ഭഗവാന്റെയും ലക്ഷ്മീദേവിയുടെയും സാന്നിധ്യം ഉള്ള കാലമാണ്. ഈ മാസം ചെയ്യുന്ന ഏത് ചെറിയ പുണ്യകർമ്മവും വലിയ ഫലം നൽകുന്നു. എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് മോഹിനി ഏകാദശി എന്ന് പേര് വന്നത്? നമുക്കറിയാം, ദേവാസുരന്മാർ ചേർന്ന് പാലാഴി മഥനം നടത്തിയ കാലം. അതിൽ നിന്നും ഉയർന്നുവന്ന അമൃത് അസുരന്മാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലോകനന്മയ്ക്കായി, ദേവന്മാരെ രക്ഷിക്കാനായി സാക്ഷാൽ മഹാവിഷ്ണു സ്വീകരിച്ച ആ രൂപമാണ് മോഹിനി. ആ രൂപം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് പറഞ്ഞാൽ കൈലാസനാഥനായ പരമശിവൻ പോലും ആ മായാരൂപത്തിൽ മയങ്ങിപ്പോയിട്ടുണ്ട്. ആ മോഹിനി രൂപം കൈക്കൊണ്ട് അമൃത് ദേവന്മാർക്ക് നൽകിയ ഈ ശുഭദിനമാണ് മോഹിനി ഏകാദശി. ഈ ദിവസം വ്രതമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ അഹങ്കാരവും അവിവേകവും നീങ്ങി ഭഗവാന്റെ മായാജാലത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകാൻ ഇതിലും വലിയൊരു ദിനമില്ല. ഇനി നമുക്ക് പത്മപുരാണത്തിൽ പറയുന്ന ആ വ്രതകഥയിലേക്ക് കടക്കാം. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിക്ക് പറഞ്ഞുകൊടുത്ത കഥയാണിത്. സീതാവിരഹത്താൽ ദുഃഖിതനായിരുന്ന ഭഗവാൻ രാമൻ തന്റെ പാപശാന്തിക്കായി എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു വസിഷ്ഠൻ നിർദ്ദേശിച്ചതാണ് മോഹിനി ഏകാദശി. ഭദ്രാവതി എന്ന നഗരത്തിൽ ധനപാലൻ എന്നൊരു വൈശ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹം കിണറുകൾ വെട്ടി, തണൽ മരങ്ങൾ നട്ടു, വഴിയാത്രക്കാർക്ക് ദാഹജലം നൽകി, അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ 5 മക്കളിൽ ഒരാൾ വളരെ ദുർനടപ്പുകാരനായിരുന്നു. അച്ഛന്റെ പണം മോശമായ രീതിയിൽ ചെലവാക്കി. ഒടുവിൽ നാട്ടുകാരാലും സ്വന്തം കുടുംബത്താലും അവൻ വെറുക്കപ്പെട്ടു. കാട്ടിൽ അലഞ്ഞുനടന്ന അവന് വിശപ്പും ദുഃഖവും കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നു. കാട്ടിൽ അലയുമ്പോൾ അവൻ കൗണ്ഡിന്യ മഹർഷിയെ കണ്ടുമുട്ടുന്നു. മഹർഷിയുടെ വസ്ത്രത്തിൽ തട്ടിയ ഗംഗാജലത്തിന്റെ തുള്ളി അവനിൽ പതിച്ചപ്പോൾ അവന്റെ മനസ്സ് മാറി. അപ്പോൾ അവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എനിക്ക് മുക്തി കിട്ടാൻ ഒരു മാർഗമുണ്ടോ എന്ന്. ആ ചോദ്യം തന്നെയാണ് ഇന്നും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. മഹർഷി ഉപദേശിച്ച മോഹിനി ഏകാദശി വ്രതം അവനെ പാപമുക്തനാക്കി. നമ്മളും ഇന്ന് ഈ കഥ കേൾക്കുന്നതിലൂടെ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഈ വർഷത്തെ മോഹിനി ഏകാദശിയുടെ കൃത്യമായ സമയങ്ങൾ ഇതാ. ഏകാദശി തുടങ്ങുന്നത് ഏപ്രിൽ 26 തീയതി ഞായറാഴ്ച വൈകുന്നേരം 6:06 അത് അവസാനിക്കുന്നത് തൊട്ടടുത്ത ദിവസം, അതായത് 27 തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:15 വരെയാണ്. പിന്നെ ഹരിവാസര സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 27 തീയതി ഉച്ചയ്ക്ക് 12:15 തുടങ്ങി 28 തീയതി പുലർച്ചെ 12:20 വരെയാണ്. ഈ സമയത്ത് നമ്മൾ ആഹാരം ഒഴിവാക്കി ഭഗവാന്റെ നാമം മാത്രം ജപിക്കാൻ ശ്രദ്ധിക്കണമല്ലോ. ഇനി വ്രതം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ 28 തീയതി ചൊവ്വാഴ്ച രാവിലെ 6:08 മുതൽ 8:38 വരെയുള്ള സമയത്തിനുള്ളിലാണ്. വ്രതം വീടുന്നത് വളരെ പ്രധാനമാണ്. അവൽ, മലർ അല്ലെങ്കിൽ പാൽ എന്നിവ ഉപയോഗിച്ച് ഭഗവാന് സമർപ്പിച്ച് വ്രതം പൂർത്തിയാക്കാം. ഇല്ലാത്തവർക്ക് പഴം ആയാലും മതി. പക്ഷേ മനസ്സിൽ ശുദ്ധിയോടെ വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം ഭഗവാന്റെ നാമജപത്തിനായി മാറ്റിവെക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ശ്വാസത്തോടൊപ്പം ഓം എന്ന് മനസ്സിൽ പറയുക. നിങ്ങൾ എവിടെയാണെങ്കിലും സൗകര്യപ്രദമായി ഇരുന്ന് കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ മോഹിനി ഏകാദശി ദിവസം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രീരാമചന്ദ്രസ്വാമി പോലും അനുഷ്ഠിച്ച ഈ പുണ്യവ്രതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അകറ്റട്ടെ. ഈ വ്രതകഥ കേൾക്കുന്നതും പറയുന്നതും പോലും 1000 അശ്വമേധയാഗത്തിന്റെ ഫലം നൽകും. ഏവർക്കും ഈ മോഹിനി ഏകാദശി പുണ്യകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കണ്ട. നമുക്ക് ഒരുമിച്ച് ഭഗവാനെ സ്മരിക്കാം. കമന്റ് ബോക്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരൂ.